അപ്പൊ അമ്മമാർക്ക് സൗന്ദര്യം ഇല്ലെങ്കിൽ പുറത്തു കൊണ്ടുപോകാൻ മടി നാണക്കേട് ഓരോ പിള്ളേരെ കാരണം എത്ര കാലം കെട്ടിരുന്നാലും എന്റെ അമ്മയാണ് എന്റെ അച്ഛനാന്ന് പറയും അങ്ങനെയുള്ള കുടുംബത്തിൽ പറഞ്ഞ പിള്ളേര്. അച്ഛനെന്താ എന്റെ ഫോൺ എടുത്ത് നോക്കുന്നേ? അല്ല ബെല്ലടിച്ചാണ് നോക്കിയതാ. മനുഷ്യരായാലേ ബേസിക് മാനേഴ്സ് കാണിക്കണം. മറ്റൊരാളുടെ ഫോൺ എടുത്ത് നോക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് കുറച്ചു നേരമായിട്ട് അടിക്കുന്നുണ്ട് എടുത്താ. എനിക്ക് എന്റേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, മനസ്സിലായോ? ഇതൊന്നും റോട്ടിക്കാക്കാല അച്ഛന്റെ മക്കളെ സന്ധ്യ നേരത്ത് അച്ഛൻ ചുമ്മാ എന്റെ ഫോണൊക്കെ എടുത്ത് നോക്കി. നിന്റെ ഫോൺ ഇപ്പൊ എടുത്ത് എന്താ കുഴപ്പം? നിന്റെ ഫോണെന്ന് വെച്ച് മേടിക്കാനേന്ന് അമ്മ എനിക്ക് എന്റേതായിട്ടുള്ള പ്രൈവസി കാര്യങ്ങളൊക്കെ ഇല്ലേ? എന്താടി നിനക്ക് ഈ പ്രൈവസി ഒക്കെ വന്നത്? ഇനി നമ്മ പ്രശ്നം ഉണ്ടാക്കല്ലേ, നീ കൊപ്പടി. നിന്റെ ഫോൺ എടുത്തെന്ന് പറഞ്ഞ ഇത്രയും വേണ്ട പറയേണ്ട കാര്യം എന്താ? നിന്റെ ഫോണിൽ പത്ത് നല്ലണ്ട് പിന്നെ ആരാ എടുക്കണേ? നിങ്ങൾ ഇങ്ങനെ വളർത്തി വഷളാക്കി വെച്ച സാധനത്തിന് ആ പോട്ടെ, എന്തിനാ ചുമ്മാ പിള്ളേര് എടുത്ത് തലയിട്ട് വെക്കാം. എന്നിട്ട് മകള് കയറിയൊന്നും നിരക്കട്ടെ. പിള്ളേർ നടക്ക് നിർത്താൻ പഠിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇന്ന് കരയേണ്ടി വരും. ഞാനങ്ങ് വന്നാ നീ മേടിക്കൂട്ടെ എന്നെ. പിള്ളേർക്ക് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി മാറിപ്പോയി. എന്ത് മാറാൻ? അവള് നിങ്ങളുടെ മോളാണ്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ല. എന്റെ കൈ പിടിച്ചോണ്ട് ചുറ്റും ഓടി വന്ന കൊച്ച അതിപ്പോ എന്നെ ഇഷ്ടമല്ലാണ്ടായി. ഇതെന്തൊരു കഷ്ടമാണ് ചേട്ടായി. അല്ല എന്റെ ഉണ്ട് തെറ്റേ, ഞാൻ അവളുടെ ഫോൺ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തിഷ്ടമല്ലാണ്ടായി? നിങ്ങളെന്ത് ചുമ്മാ ഓരോന്ന് കാലിച്ച് കൂട്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ അവളുടെ ഫോൺ നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ എടുക്കണേ? ഇത് അവിടെ അങ്ങ് സംസാരിച്ചാൽ പോരായിരുന്നു. ഇവിടെ വന്നിട്ട് നീ വിഷമിക്കേണ്ട കാര്യം എന്താ? നീ അതും പറഞ്ഞ അവളെ വഴക്കുറയൊന്നും പോകണം കേട്ടോ. ഓ ഞാനൊന്നും ചൂടാണല്ലോ. ഞാൻ ചൂടായ അപ്പടി കുഴപ്പമാണല്ലോ. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പോകണ ഞാനല്ലേ കാണുന്നത്. അവിടെ കിടന്ന് ഭയങ്കര പച്ച പിടുത്തോ. ഇതാർത്തിട്ടാണ് ഈ ഇങ്ങനെ ഇരിക്കണത്. മര്യാദ കയറി കിടന്നോ? കിടക്കാന്നാ? ആ ഇതെന്താ ചേട്ടൻ മുണ്ട് മാത്രം പറയണ്ടോ? ഷർട്ട് ഊരിയില്ലേ? അത് ഞാൻ മാറിയിട്ടോളാം. അച്ഛനെ കണ്ട് മൊബൈൽ എടുത്ത് കിടന്നവള് പോയിട്ട് പഠിച്ചേടി. അമ്മ ഇത്ര നേരം പഠിക്കൂലായിരുന്നു, എന്തിനാ എപ്പോഴും പഠിച്ചോണ്ടിരിക്കണേ? ജടയാണോ നാളുകളുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോണേ? ആ ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് ആളെ. അച്ഛൻ വരണ്ട, അമ്മ വന്നാ മതി. അത് അച്ഛൻ വന്നാ ശരിയാവൂല. എന്താ മാർക്ക് കുറവാണോ? പരീക്ഷ ആയില്ല. അത് തന്നെ അച്ഛൻ്റെ ഈ കോലവും പിന്നെ ഈ വർത്താനവും എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പ് എനിക്കത് നാണക്കേടാ. ചേട്ടാ ഇത് കുടിക്കട്ടെ ചേട്ടായി. വരുന്നു ഒരു മണി ഞാൻ വിളിക്കും. എന്ത് പറഞ്ഞാണ് നീ അച്ഛനോട് പറയണത്? നീ ഉണ്ടാവൂല്ലോ. നിനക്ക് എന്തായാലും കാണിക്കും. എടി പോയിരുന്ന പുസ്തകം എടുത്ത് വെച്ച് പഠിക്കടി. എനിക്കെങ്ങും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്ത് കഷ്ടമാണ്. ഇപ്പൊ ട്യൂഷൻ ക്ലാസ് ചെന്നപ്പോ ടീച്ചർ പറഞ്ഞിട്ട് ഒരു വക പഠിക്കണല്ലെന്ന്. ആ ഇത്രയൊക്കെ പഠിക്കാൻ എനിക്ക് പറ്റും. നിങ്ങൾ സ്കൂളിൽ പോയില്ലേ? ആ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. നിങ്ങൾ സ്കൂളിൽ പോകണ്ടു തന്നെ? ഞാൻ പോയില്ല. എന്താ ഒക്കെ ഇത്ര അഹങ്കാരം കൂടല്ല. എനിക്കറിയാം അമ്മ അച്ഛനും കൂടെ ഒത്തുകളി ചെയ്തെന്ന്. അച്ഛൻ പറഞ്ഞിട്ടല്ലേ അമ്മ വരാഞ്ഞത്. എന്താ തോളി കയ്യിരിക്കണ വെച്ച് മേടിക്കുന്നേ? എന്താ തോളിയുടെ നരി പറയണത്? അത് തന്നെയാണ്. അച്ഛനെ ഞാൻ സ്കൂളിൽ വരണ്ടെന്ന് പറഞ്ഞാൽ ഈഗോയാണ്. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് കിട്ടുമില്ലാ. ചുമ്മാ അച്ഛനെ പറഞ്ഞു വൈകുന്നേരത്തിന് കയറി കഴിഞ്ഞു. ആ സ്കൂളിൽ നീ എങ്ങനെയായിട്ട് പോയി ചേർന്നത്? ഈ മനുഷ്യ കൊണ്ട് ചേർത്തോണ്ടല്ലേ അത്ര വലിയ കൊമ്പത്ത് പോയി പഠിക്കാൻ പറ്റിയത്? ഞാൻ പറഞ്ഞാൽ ഇവിടെ വല്ല ഗവൺമെന്റ് സ്കൂളിൽ വല്ല കൊണ്ട് ചേർത്താണെന്ന്. നമ്മളൊക്കെ അങ്ങനെയല്ലേ വളർന്നു വന്നത്. ഇപ്പത്തെ വെള്ളം ടെൻഡേഡാണ്. കൊണ്ട കോഴ്സും കൊണ്ട് CBSE കൊണ്ട് ആക്കിയത്. അവിടെ ഇതാട്ടെ നീ എന്താണ് അമ്മ ഉദ്ദേശിച്ചേക്കണത്? നിന്നെ ഫോൺ എടുത്തതിന് നീ കഴിഞ്ഞ ദിവസം അച്ഛനെ ചീത്ത പറഞ്ഞില്ല. എന്തിനാ നീ എത്ര ചീത്ത പറഞ്ഞത്? അങ്ങേരും മേടിച്ചതെന്നാണ് നിനക്ക് ആ ഫോൺ. ഇവിടെ എന്തോരം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മനുഷ്യനാണ് ഇതിനെ. ഞാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ 9 മാസം ചുമന്ന്. നിന്നെ നോക്കിയ മൊത്തം നിന്റെ അച്ഛനാണ്. എനിക്ക് പ്രസവിച്ച കഥ പറയാനുള്ളു. കണ്ണ് കാരണം കണ്ടോടി അച്ഛന്റെ. നിന്നെ ജനിപ്പിച്ച് തന്നെയാണ് നിന്റെ മുമ്പ് ഇരുന്ന് കരയണത്. നിനക്ക് അച്ഛാന്ന് വിളിക്കാൻ ഇവിടെ ആളുള്ളതായിട്ടാണ് നിനക്ക് മനസ്സിലാകുന്നത്. ഇത് തട്ടുമ്പോ തട്ടി കളിക്കണുണ്ടല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് സമ്മതിക്കില്ല. പക്ഷെ അമ്മമാർക്ക് പറയാൻ 10 മാസം കണക്കേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ വേദനയും സങ്കടവും ഒക്കെ ഉള്ളി വെച്ച് വളർത്തുന്ന ഒരാളാണ് അച്ഛൻ. നീ യാത്രയെ 30 ചെയ്യുമ്പോ മുറി എടുത്തിരുന്ന് ചങ്ക് കൊട്ടിയിരിക്കണ ഞാനാ കള. എനിക്ക് സൈക്കിളിൽ എന്നെ കെട്ടിയിരുന്ന ഒരുകളെ കണ്ടിട്ട് നിനക്ക് ഇതൊക്കെ എല്ലാ കൊച്ചെ മനസ്സിലാവുള്ളത്. ഒരു നല്ല ഡ്രസ്സ് നീ കണ്ടിട്ടാണ് ഇത്രയും നല്ല ഇടക്ക്. നിനക്ക് എത്ര ഡ്രസ്സാ കൊച്ച മേടിച്ചു തരുന്നത്? ഈ മാളിലൊക്കെ പോയിട്ട് പണ്ട് ഓണത്തിന് വിഷുവിന് തുണി എടുത്തോണ്ടിരുന്നവരാ. പരങ്ങും ഡ്രസ്സ് എടുക്കും. നീ ഇവിടെ വന്നിട്ട് ഓഫർ ഉണ്ട് കൂഫർ ഉണ്ടെന്ന് കൊണ്ട് മേടിച്ചു തന്നില്ലേ നിനക്ക്? ഈ പണിയെടുക്കണ പൈസ തല്ലേ ഇതൊക്കെ ചെയ്യണത്? ഇതൊക്കെ ഇട്ടിട്ടല്ലേ കൂട്ടുകാരികളോടെ ബന്ധങ്ങളിച്ചൊക്കെ പോണത്? ഇതെവിടെ നിന്നാണ് കിട്ടിയത് നിനക്ക്? മാസം അവസാനം നിന്റെ അച്ഛനടുത്ത് പോയിരുന്നെങ്കിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഒരു 25-ാം തീയതി കഴിയുമ്പോ ഇങ്ങനെ പ്രാന്താണെന്ന് ഞാൻ തന്നെ ഓർക്കും. എന്തിനെങ്കിലും ആദ്യം പിടിക്കുന്നത്? വീടിന്റെ ലോൺ, ഫീസ്, വാടക, കറണ്ട് ബില്ല്, സാധനം മേടിക്കണം. അടുക്കള വന്നിട്ട് എന്തെങ്കിലും തീർന്നെന്ന് അറിയുമ്പോ പറയും ഞാൻ മേടിച്ചിട്ട് വരാട്ടാന്ന് പറയും. വണ്ടിക്കാശ് എടുത്തിട്ടായിരിക്കും ചിലപ്പോ അത് മേടിച്ചിട്ട് വരും. ഇതൊക്കെ ഉണ്ടായിട്ടൊന്നും അല്ല ചെയ്യണത്. നിങ്ങൾ സുഖമായിട്ടിരിക്കണം, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. ഞങ്ങളെ നോക്കണം പിടിക്കണമെന്നല്ല. നില്ലിക്കരുത്. ജനിപ്പിച്ച് തന്നേണ്. ജീവിതത്തിൽ കുളം പിടിക്കില്ല. ഞാൻ പറയുള്ളൂ, ജീവിതത്തിൽ കുളം പിടിക്കില്ല. അപ്പന്മാരില്ലാത്ത മക്കളോട് ചോദിച്ചു നോക്കണം അപ്പന്മാരുടെ വില അറിയാൻ. ഒരിക്കൽ ലോകത്ത് തള്ളി പറയാത്ത 2 ആൾക്കാരേ ഉള്ളു.
ഒരിക്കലും കുറയാത്ത സ്നേഹവും അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ മോളെ. ഓക്ക് ഇപ്പോഴൊക്കെ മനസ്സിലാക്കി നല്ലതാണ്. ഇത്ര ഞാൻ പിന്നൂല. എന്റെ മുമ്പിൽ ഇരുന്ന് എന്നെ കെട്ടിയ കരയണത് മതി. നിങ്ങൾക്ക് അവക്ക് തട്ടി കളിക്കാനുള്ളതല്ല. നിങ്ങള് എന്റെ ജീവനെ വേറെ എടുക്കും. അവക്കില്ലെങ്കിൽ എനിക്കുണ്ട് വെള്ളം. അവക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായത്? സോറി പറഞ്ഞ മര്യാദ അച്ഛനോട്. സോറി. അപ്പൊ അമ്മമാർക്ക് സൗന്ദര്യം ഇല്ലെങ്കിൽ പുറത്തു കൊണ്ടുപോകാൻ മടി, നാണക്കേട്. ഓരോ പിള്ളേരെ കാണുന്നുണ്ട്. എത്ര കാലം കെട്ടിരുന്നാലും എന്റെ അമ്മയാണ് എന്റെ അച്ഛനാന്ന് പറയും. അങ്ങനെയുള്ള കുടുംബത്തിൽ പറഞ്ഞ പിള്ളേര് ഒരു കാശുണ്ടായി കഴിയുമ്പോ നമുക്ക് നെഗളിപ്പ്. ഞാൻ ചേട്ടായോട് പറയുക, ചേട്ടായി മകളൊക്കെയാണ്, അടിക്കേണ്ട സ്ഥലത്ത് അടിച്ചും കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തും വളർത്തിക്കോളാം. അവസാനം ഇരുന്ന് മോങ്ങണേ എനിക്ക് കാണാൻ പറ്റില്ല. ഇവളുടെ പേരും പറഞ്ഞ എന്റെ മുമ്പ് എന്റെ കെട്ടിയാൽ കരയാൻ പറ്റില്ല. നാളെ അച്ഛൻ വരും രാവിലെ സ്കൂളിൽ കേട്ടാ. നാളെ ചേട്ടായി പോയാൽ ഇവിടെ. അതെ, ഞാൻ നാളെ നല്ല ഷർട്ടും മുണ്ടൊക്കെ കൊടുത്ത് വൃത്തിയായിട്ട് വന്നോളാം. നല്ല ഷർട്ടൊന്നും വേണ്ട, എല്ലാം കിട്ടി പോയാൽ മതി. എല്ലാം ബാക്കി മേടിച്ചു കൊടുക്കുമ്പോ ഓർക്കണം. അച്ഛന് പോലും ഒരു സ്വന്തം മേടിച്ചു വരില്ല. ഞാനങ്ങനൊന്നും പറയില്ല. സാരല്ലേ, കൊച്ചു കരയുന്നത് കണ്ടില്ലേടി? സോറി അച്ഛൻ.